ശരിക്കും ഇതൊരു അപമാനമാണ് എന്ന് തന്നെ പറയണം. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും സാക്കിയപ്പെട്ട യുവാൻ ഫെറാൻഡോയ്ക്ക് പിന്നീടെല്ലാം കഷ്ടകാലം തന്നെയാണ്. അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടപ്പം സൈപ്രസ് ടോപ്പ് ഡിവിഷൻ ക്ലബിന്റെ പരിശീലകനായി നിയമിക്കപ്പെട്ടപ്പം ഞാൻ തന്നെ നല്ല തള്ളുകയാണ്. പക്ഷേ പുള്ളിയെ റെഗുലർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് സാക്കിയതിട്ടുണ്ട്. അതായത് എ.കെ ലാർക്കാന എന്ന സൈപ്രസ് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിലേക്ക് സൈൻ ചെയ്യപ്പെട്ട പഴയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായിട്ടുള്ള യുവാൻ ഫെറാൻഡോയെ അവർ വീണ്ടും പുറത്താക്കിയിരിക്കുകയാണ്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലബ്ബ് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് FC ഗോവയിലൂടെ അരങ്ങേറ്റം കുറിച്ച പരിശീലകൻ ഗോവയെ കൊണ്ട് വളരെ മികച്ച പ്രകടനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പരിശീലകനാണ്. അതിനുശേഷം അദ്ദേഹം മുംബൈ സിറ്റി FC രാത്രിക്ക് രാത്രി കൂടുമാറിപ്പോയി. അങ്ങനെയാണോ? അങ്ങനെയല്ലേ എന്തോ FC ഗോവയെ വഞ്ചിച്ചിട്ടാണ് അദ്ദേഹം മറ്റൊരു ക്ലബ്ബിലേക്ക് പോയത്. മുംബൈ സിറ്റിയിലേക്കാണോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്കാണോ എന്ന കാര്യത്തിൽ സ്റ്റിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം റെഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും ഗോവയെ ചതിച്ച പരിശീലകൻ തന്നെയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം കൈമറിഞ്ഞ് എവിടെ വരുന്നുണ്ട്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനാവുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തിന് ഒരു സീസണിൽ പരാജയപ്പെട്ടതിന് ശേഷം ചവിട്ടി പുറത്താക്കി അന്റോണിയോ ലോപ്പസ് സബാസിനെ തിരികെ കൊണ്ടുവരുന്നു. അദ്ദേഹം കുറച്ച് നാൾ ഫ്രീ ഏജന്റ് ആയിട്ട് വന്ന ശേഷം സൈപ്രസ് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള എ.കെ ലാർക്കാനയിലേക്ക് സൈൻ ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി അവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ റെഗുലർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരും താരത്തിനെ പുറത്താക്കി.